നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എന്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പൊ എന്നെ കളിയൊക്കെ നോക്കുന്നുണ്ട്, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞു. എന്നെ എലി എന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് സിനിമയിൽ നിന്ന് വിട്ട് അല്പം ടെലിവിഷൻ ആകട്ടെ എന്ന് ടി വി ഇതിൽ വാർത്താ ചാനലുകൾ യുദ്ധമൊക്കെ ആയി കഴിഞ്ഞപ്പം വാർത്താ ചാനലുകൾക്ക് ഇങ്ങനെ ഒരു ചാനൽ മാറ്റി ഒരു ചാനൽ മാറ്റി ഒരു ചാനൽ മാറ്റി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പരിപാടികൾ സമയമുള്ളവർക്കേ. അപ്പം സ്ഥിരമായിട്ട് നമ്മൾ വാർത്തകളെല്ലാം കാണുമ്പം എല്ലാ വാർത്തകളും ഒന്ന് തന്നെ. പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നുന്നു സിനിമ സൂപ്പർ സ്റ്റാറുകളെ പോലെ അതിനകത്തെ ടി വി അവതാരകരൊക്കെ നമുക്ക് പരിചിതമായി മാറി. അതിലെ ഒന്നാണ് അരുൺ മൊട്ട എന്ന് വിളിക്കും, അതുപോലെ ശ്രീകണ്ഠൻ നായർ, ആഷ്മി, സുജയ പാർവതി, സ്മൃതി, വിജയകുമാർ എന്ന് വേണ്ട മിക്കവാറും എല്ലാവരും പരിചിതരാണ്. ചാനലിൻ്റെ എണ്ണമെന്ന് പറയുന്നത് ഇപ്പം ഒത്തിരി എണ്ണമായി. എത്ര കണ്ടാലും തീരാത്തതുപോലെ ചാനലുകളുടെ എണ്ണം കൂടുന്നു. ചാനലുകളുടെ എണ്ണം കൂടുന്നതിന് അനുസരിച്ച് അതിൻ്റെ വിശ്വസ്തത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മാതൃഭൂമി, മനോരമ, 24 ന്യൂസ്, അതുപോലെ റിപ്പോർട്ടർ ടി വി, ഏഷ്യാനെറ്റ്, ന്യൂസ് മലയാളം എന്ന് വേണ്ട എത്രയോ ചാനലുകളല്ലേ. അതിൻ്റെ ഇടയ്ക്കാണ് അനിൽ അയ്യൂർ എന്ന് പറയുന്ന ടെലിവിഷൻ രംഗത്തെ അഗ്രഗണ്യൻ എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കുന്ന, അത് നമുക്ക് ഈ ആൾക്കാരെയൊക്കെ അറിയാമെങ്കിലും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് അനിൽ അയ്യൂർ എന്ന് പറയുന്നത്. അത് 24 ന്യൂസ് വന്നപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടർ വന്നപ്പോഴും അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നണി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തത്. ഇത് വൻ വിജയമാക്കി തീർക്കുകയും ചെയ്തത് അദ്ദേഹമാണെന്നാണ് പറയുന്നത്. പൊതുവെ പറയുന്നത് നമുക്കറിയില്ല. ഏതായാലും അദ്ദേഹം ഒരു പുതിയ ചാനൽ തുടങ്ങി, ബിഗ് ടി വി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്തെ സൂപ്പറായ പല വ്യക്തികളെയും കാശ് കൂടുതൽ കൊടുത്തുമൊക്കെ അദ്ദേഹം അടിച്ചുകൊണ്ട് പോയി. അതിലൊരു വ്യക്തിയാണ് സുജയ പാർവതി. ലക്ഷ്മി പത്മ, സുജയ പാർവതി, വിജയകുമാർ എന്ന് വേണ്ട പലരും ആ ടി വിയിലൊക്കെ നമ്മൾ കണ്ടു. ഇതിൻ്റെ തുടക്കം ഗംഭീരമാണോ എന്ന് ചോദിച്ചാൽ ഗംഭീരമല്ല. പാതി പാതി ഇത് ക്ലച്ച് പിടിച്ച് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സുജയ പാർവതി ആണ് ഇതിനകത്ത് സ്റ്റാറായിട്ട് വിലസി നിൽക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം സുജയ പാർവതിയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ആ വീഡിയോയ്ക്കകത്ത് ബിഗ് ടി വിക്കാർ നിരത്തിലിറങ്ങുന്നത്, അത് ഒരു കൂട്ടം ആൾക്കാർ, അവരുടെ അവതാരക വിജയകുമാർ ഉണ്ടായിരുന്നു, സുജയ പാർവതി ഉണ്ടായിരുന്നു, ലക്ഷ്മി പത്മ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അന്നേ വരെ കാണാത്ത ഒരു ലക്ഷ്മിപ്രിയയാണ് അത് കണ്ടത്. കാരണം മുഖത്തൊക്കെ കരിവാളിച്ചിരിക്കുന്ന സുജയ പാർവതി. നമ്മൾ ഞെട്ടിപ്പോയി. ഇന്ന് വരെ കണ്ട സുജയ പാർവതി അല്ലല്ലോ ഇത് എന്ന് ഒരു നിമിഷം തോന്നിപ്പോയി. എന്ത് പറ്റി എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം സുജയ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, മേക്കപ്പ് മാൻ ചതിച്ചതാണ് എന്നുള്ളത്. ഒരു വല്ലാത്ത ചതിയായിപ്പോയി എന്നുള്ളത് നമുക്കത് കണ്ടപ്പം തോന്നി. നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എന്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പൊ എന്നെ കളിയൊക്കെ നോക്കുന്നുണ്ട്, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞു. എന്നെ എലി എന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ അടുത്ത ദിവസം ഉറപ്പായിട്ട് നമ്മൾ ഇന്നേ വരെ കണ്ട സുജയ പാർവതി അല്ല ഈ കണ്ടത്. മറ്റൊരു സുജയ പാർവതിയായി തോന്നിപ്പോയി. ഇരട്ടകൾ എന്നൊക്കെ പറയുന്ന പോലെ. ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഇവർ മേക്കപ്പിൻ്റെയൊക്കെ പച്ചകൊണ്ട് പിടിച്ചിരിക്കുന്നത്. മേക്കപ്പ് എനിക്ക് തോന്നുന്നു ദൃശ്യമാധ്യമങ്ങളിലായാലും സിനിമയിലായാലും ഈ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അത്യാവശ്യ കാര്യമാണ്. കാരണം അനേകം ആൾക്കാർ കാണുന്നതാണ്. അപ്പം അല്പമൊക്കെ ഗ്ലാമർ ആയിട്ടും അതുപോലെ പിന്നെന്താ മേക്കപ്പിൻ്റെയൊക്കെ പച്ചയിലൊക്കെ പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് അത് നമുക്കൊരു തെറ്റ് പറയാനൊന്നുമില്ല. പക്ഷെ അത് എന്തുകൊണ്ട് ഇങ്ങനൊരു ടി വി ചാനലിനകത്ത് വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ സുജയ പാർവതി ജനങ്ങൾക്കിടയിലേക്ക് വന്നപ്പം ഇത് കാണുമല്ലേ, എല്ലാവരും കാണുമല്ലോ. അത് അവരുടെ സുഹൃത്തുക്കൾ കാണും, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത വ്യക്തികൾക്ക് തന്നെ അറിയാം. ഇപ്പം സാധാരണ ആൾക്കാർക്ക് തന്നെ മനസ്സിലായി എന്ത് സുജയ പാർവതി, ഇതാണോ സുജയ പാർവതി എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരമായൊരു കാര്യം. പണ്ട് കണ്ട ഞങ്ങളുടെ സുജയ പാർവതി ഇങ്ങനെ അല്ല എന്ന് പലരും അതിനകത്ത് കമൻ്റ് ഇടുന്ന കണ്ടു. ഏതായാലും ഒത്തിരി പേര് സുജയ പാർവതിയെ കൊണ്ട് ട്രോളിക്കൊണ്ട് രംഗത്ത് വന്നു. ഏതായാലും സുജയ പാർവതി അത് മനസ്സിലായി.
മേക്കപ്പ് ഇനി ഞാൻ പരിഹരിച്ചോളാം എന്ന് തന്നെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഫുജിയ പാർവതി ഇതാണോ അതോ നമ്മൾ പണ്ട് കണ്ട ഫുജിയ പാർവതി ആണോ എന്നുള്ളത് ഇപ്പോൾ എനിക്കൊരു സംശയമായിട്ട് മാറിയിട്ടുണ്ട്. പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് പറഞ്ഞ് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പിണറായി വിജയൻ ആരാണെന്നും ശബരിമല അയ്യപ്പൻ ആരാണെന്നും മലയാളികൾക്ക്, വിശ്വാസികൾക്ക്, ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അറിയാം. എടേ അതാണോ ഇതാണോ എനിക്ക് ആകെപ്പാടെ സംശയമായി. ഇനി ഫുജിയ പാർവതി തന്നെ പറയട്ടെ, ഇനി ഏതാണ് യഥാർത്ഥ ഫുജിയ പാർവതി എന്നല്ലേ. ഓരോ വ്യക്തികളെ കാണുമ്പം ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. നമ്മൾ ഞെട്ടിത്തരിച്ച് നിന്ന് പോകും. നമ്മൾ ഇന്നേ വരെ കണ്ട ആൾക്കാരെ അല്ല യഥാർത്ഥത്തിൽ അവരെന്നറിയുമ്പോഴേ ഒരു ഞെട്ടൽ അത് എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് എന്ന് തോന്നുന്നു. ഇത് കണ്ട മിക്കവാറും എല്ലാവരും കമൻ്റ് ഇട്ടേക്കുന്നതും ഇനിയും ഇതൊരു തന്ത്രമാകാം. ബിഗ് ടി വി എന്ന് പറയുന്ന ചാനൽ ഇന്ന് ഒത്തിരി പേര് കണ്ടു. കാരണം ഫുജിയ പാർവതിയെ കാണാൻ വേണ്ടി, ഫുജിയ പാർവതിയുടെ പുതിയ രൂപം കാണാൻ വേണ്ടി ഒക്കെയാണ് എല്ലാവരും കണ്ടത്. മിക്കവാറും സോഷ്യൽ മീഡിയ നമ്മളെടുത്ത് നോക്കുമ്പം ട്രോൾ വീഡിയോകളുടെ ഒരു കൂമ്പാരം തന്നെ ഫുജിയയ്ക്കെതിരെ അനുകൂലമായിട്ടുണ്ടായിരുന്നു. അനുകൂലമെന്നോ എതിരായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ നെഗറ്റീവും ഒരു പോസിറ്റീവ് തന്നെയാണ്. ഒരു ചാനൽ പുതുതായിട്ട് തുടങ്ങുന്നു, അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ എത്തുക, ചാനലുകാരെടുക്കുക, അല്ലെങ്കിൽ ട്രോൾ വീഡിയോക്കാരെടുക്കുക, അതുപോലെ യൂട്യൂബുകാരെടുക്കുക, അതുപോലെ സോഷ്യൽ മീഡിയ മൊത്തമായിട്ട് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര പരസ്യമൊന്നും അല്ലല്ലേ. അങ്ങനെ ബിഗ് ടി വി എന്ന് പറയുന്ന ചാനൽ ഇന്ന് ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നെഗറ്റീവും അവർക്കൊരു പോസിറ്റീവായി മാറിയിട്ടുണ്ട്. ഇനിയും മാർക്കറ്റിംഗ് തന്ത്രമാണോ എന്നുള്ളതും നമുക്കറിയില്ല. കാരണം എല്ലാം ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണല്ലോ അല്ലേ. അതുപോലൊരു തന്ത്രമാണോ ഇവർ പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഇനി ഫുജിയ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെ വന്നു നിന്നതാണോ നമ്മുടെ മുമ്പിൽ എന്നുള്ളത് ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏതായാലും ബിഗ് ടി വി എന്ന് പറയുന്ന ചാനൽ ഇവിടെ അവതരിച്ചിട്ടുണ്ടെന്നും അത് ജനങ്ങളിലേക്ക് എത്തിയതും ഇന്നാണ് എന്നുള്ളതാണ് സത്യം. അതിന് കാരണക്കാരിയായത് ഫുജിയ പാർവതി തന്നെയാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. പുതിയ വേഷങ്ങളുമൊക്കെ ആയിട്ട് ഫുജിയ വീണ്ടും പ്രത്യക്ഷപ്പെടട്ടെ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എനിക്ക് ഫുജിയ പാർവതിയുടെ ചില കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വിയിൽ ഫുജിയയും അൻകുമാറും എല്ലാവരും കൂടെ ചേരുമ്പം അവരുടെ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. അവർ പറയുന്നതൊക്കെ നമുക്ക് പലപ്പോഴും എതിർപ്പുണ്ടാകാറുണ്ട്. പക്ഷേ എന്നാലും അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് വല്ലാത്ത കെമിസ്ട്രി ആയിരുന്നു. പുതിയ മേച്ചിൽപ്പുറം തേടിയപ്പം അവിടെയും പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ, പ്രത്യേകം വൈബുള്ള ആൾക്കാരെയൊക്കെ. കാത്തിരിക്കാം മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.